ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ഉണ്ടാക്കിയാലോ. ലഡു എന്ന് പറയാം, ബോൾസ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കിയത് അവല കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് അവിൽ വേണം. അതിപ്പോൾ വെള്ള അവിലായാലും കുഴപ്പമില്ല, മറ്റേ കളർ അവിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതായത് അവിൽ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ. കുറച്ച് അവിലെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് വരും, നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ഇതാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ അവിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെ ഒരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് കടലയും എടുക്കാം കേട്ടോ, നിലക്കടല. അതാണെങ്കിൽ 1/2 കപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് ചൂടാക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ സെയിം ജാറിൽ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അവിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതും നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജാഗറി പൗഡറാണ്, ബെല്ലത്തിൻ്റെ പൊടിയില്ലേ. അപ്പം ബെല്ലം വലിയ കഷ്ണം ബെല്ലാമെങ്കിൽ അതിങ്ങനെ ചിരണ്ടിച്ച അല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ട് ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ബെല്ലം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് മധുരം വേണം, അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറവാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒതുക്കുക കേട്ടോ. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഒതുങ്ങി വരും, ആ ഒരു തേങ്ങയും ബെല്ലവും കൂടിയിട്ട്. ഇനിയിപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ പൗഡറും പിന്നെ അവിലിൻ്റെ പൗഡറും കൂടി നല്ലോണം കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള ബെല്ലവും തേങ്ങയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. ഈ ഒരു മിക്സിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം നല്ലോണം നമ്മൾ മിക്സാക്കുന്നതിന് ഇത് നന്നായിട്ട് ചൂടാവും, അപ്പോൾ നമുക്ക് ഉണ്ട പിടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് പൊടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ട പിടിക്കുക കേട്ടോ. ഒരു നമ്മുടെ ലഡുവിൻ്റെ എല്ലാം ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഉണ്ട പിടിക്കുക കേട്ടോ. മൊത്തം നമുക്കൊരു 15 ബോൾസ് എല്ലാം കിട്ടും. അപ്പം ഞാനിതിങ്ങനെ ഉണ്ട പിടിക്കുന്നതിന് മക്കളിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് തന്നും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഐറ്റം. നോർമലി അവിലൊന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരിങ്ങനെ തിന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ അല്ലെങ്കിൽ വെറുതെ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി എന്ന് പറയാൻ പറ്റുമോ, അണ്ടിപ്പരിപ്പ് ഇടുന്നതുകൊണ്ട് അത് ഹെൽത്തി ആണോ? അണ്ടിപ്പരിപ്പും നമ്മളെ ശരീരത്തിൽ വേണ്ട ഒരു ഐറ്റമാണല്ലോ. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 2 ദിവസം വരെ നമുക്ക് കേടുകൂടാതെ കിട്ടും കേട്ടോ. ഞാൻ 2 ദിവസം വെച്ചിട്ടുള്ളൂ, അതിൽ കൂടുതൽ വെച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.